എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ പെരട്ടിന് ആവശ്യമായ പൊടികളൊന്ന് വറുത്തെടുക്കാം. 3 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്. ഇതൊന്ന് നിറം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നിറം മാറിയിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. ചിക്കൻ ആവശ്യമായ കാഷ്യൂ നട്ട്സ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ചിക്കൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്ന് ഗ്രാമ്പുവും ലേശം പട്ടയും ഇട്ട് കൊടുക്കാം. മുഴുവൻ ഏലക്ക ഇല്ലാത്തത് കൊണ്ട് ഏലക്കയുടെ ലേശം പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ കാന്താരി മുളക് ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാന്താരി മുളക് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായി നോക്കുമ്പോഴും ടേസ്റ്റിനും നല്ലതാണ്. 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് ബ്രൗൺ നിറമായ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായിട്ടുണ്ട്. 3 സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂൺ. സവാളയും നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി, വറുത്ത് വെച്ചതിൽ നിന്നും 4 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക. കാന്താരി മുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും പൊടി മതി. ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി. പൊടികൾ ചേർക്കുന്നത് കൊണ്ട് ഫ്ലെയിം ഇപ്പോൾ ലോയിലാക്കിയിരിക്കുകയാണ്. എല്ലാം കൂടെ ചേർന്ന് നല്ല മണം വരുന്നുണ്ട്. 5 ടൊമാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരും ഉപ്പും ചേർത്ത് നന്നായി കഴുകിയെടുത്ത ചിക്കനാണ്. ഇത് 1.5 കിലോ ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂട്ടുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാൻ. കുറച്ചുകൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനിലിറങ്ങിയ വെള്ളത്തിലാണിത്
വെന്ത് വരേണ്ടത്. ഉപ്പ് നോക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അടച്ചു വയ്ക്കാം. മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട്. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് അരച്ചത് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് അത് അരച്ചെടുത്തത്. ഉപ്പ് നോക്കാം. ലേശം ഉപ്പ് കുറവാണ്. ലേശം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഏലക്കാപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി. എല്ലായിടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലായിടവും ഒന്ന് തൂക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അടച്ച് വെച്ച് ഫ്ലെയിം ഓഫാക്കാം. ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പെരട്ടിൻ്റെ കൂടെ പെറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടണം.